ഏത് രോഗത്തിനും ഒരൊറ്റമൂലിയുണ്ട്. അതാണ് ശുഭാപ്തി വിശ്വാസം. മരുന്നുകൾ ശരീരത്തിനുള്ളതാണെങ്കിൽ ഇത് മനസ്സിനുള്ളതാണ്. ഏത് മരുന്നും തോൽക്കുന്നിടത്ത് ഈ മരുന്ന് വിജയിക്കും. വിശ്വാസം അതല്ലേ എല്ലാം എന്നത് ഒരു ജ്വല്ലറി പരസ്യം മാത്രമല്ല, ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു പാസ്വേഡ് കൂടിയാണത്. മനുഷ്യ ജീവിതത്തിലെ ഏത് ആപ്പിനെയും ആപ്പിലാക്കാൻ ഈ പാസ്വേഡ് മതി. വിശ്വാസം ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിന്റെ പോരിശകൾക്ക് അതിരുകളില്ല. വെളുത്തതിനെ പാലാക്കാനും പാലിനെ പാൽപായസമാക്കാനും അതിന് കഴിയും. അതുപോലെ തന്നെ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും അതിന് നിമിഷങ്ങൾ മതി. ഉരുക്കിനേക്കാൾ ഉറപ്പുള്ളതാണ് വിശ്വാസം, വജ്രത്തേക്കാൾ കട്ടിയുള്ളതും. ഇനി ആയുസോ ഉടുമ്പ് പിടിച്ച പോലെ ഇരിക്കും. ഉടുമ്പ് ചത്താലും കയ്യിലെ പിടി വിട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പുഴ ഒഴുകുന്ന വഴി വേറെയാക്കാം, മല തുരന്ന് തുരങ്കമുണ്ടാക്കാം. എന്നാൽ വിശ്വാസിയുടെ മനസ്സ് മാറ്റുന്നത് എളുപ്പമല്ല എന്ന് പറയുന്നത്. ഏത് ഇരുട്ടിലും നമ്മെ കൈപിടിച്ച് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന കൈത്തിരിയാണ് ശുഭാപ്തി വിശ്വാസം. ജീവിതത്തോടുള്ള നിരാശ മാറ്റി പ്രത്യാശയുടെ അപാര തീരങ്ങളിലേക്ക് അത് നമ്മെ കൊണ്ടുപോകുന്നു. ജീവിതയാത്രയിൽ ഇടറി വീഴുമ്പോൾ ഓർക്കാതിരിക്കെ കിട്ടുന്ന കൈത്താങ്ങാണ് ശുഭാപ്തി വിശ്വാസം. ഏത് ഇരുട്ടിനും ഒടുവിൽ ഒരു പുലരിയുണ്ട്. അതുപോലെ ഏത് സങ്കടത്തിനും ഒടുവിൽ ഒരു സന്തോഷമുണ്ട്. ഇരുട്ടാണ് വലുത്, അതുമാത്രമാണ് സത്യം എന്ന് കരുതിയാൽ നാളത്തെ സുപ്രഭാതം കാണാൻ നാം ഉണ്ടാവില്ല. നാളെ നമ്മെ കാത്തിരിക്കുന്ന സന്തോഷം ഇന്നത്തെ സങ്കടത്തിൽ കാണാതെ പോയാൽ, അതിനുള്ള ക്ഷമ നമുക്കില്ലാതെ പോയാൽ നമ്മുടെ ജീവിതം തന്നെയാവും നാം അതിനു വേണ്ടി ബലി കൊടുക്കേണ്ടി വരിക. എന്തും നേരിടാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. ഏത് പ്രതിസന്ധിയിലും പതറാത്ത ഒരു ഹൃദയം. ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ കീഴടങ്ങാൻ ഒരു ലോകം പുറത്ത് നമ്മെ കാത്തിരിപ്പുണ്ട്. ലോകം വിജയികൾക്കുള്ളതാണ്. വിജയത്തിലും വിജയിക്കുന്നതായി ഒന്നുമില്ല. ആ വിജയത്തിലേക്കുള്ള സോഫ്റ്റ്വെയർ ആണ് ശുഭാപ്തി വിശ്വാസം. ഒപ്റ്റിമിസം അങ്ങാടി മരുന്നോ പച്ചമരുന്നോ അല്ല. രോഗം വരാതിരിക്കാനുള്ള വാക്സിനുമല്ല. അതിന് കുറുക്കുവഴികളോ സൂത്രവിദ്യകളോ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. ഓരോരുത്തരും സ്വയം ആർജിക്കേണ്ടതാണ്. എല്ലാം നല്ലതിനാണ് എന്ന അടിയുറച്ച വിശ്വാസമാണ് ആദ്യം വേണ്ടത്. ഭഗവത്ഗീതയിൽ പറയും പോലെ, കഴിഞ്ഞതെല്ലാം നല്ലതിന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി വരാനുള്ളതും നല്ലതിന്. ഈ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളെ ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? നാളെ തനിക്ക് നല്ലതേ വരൂ എന്ന ചിന്ത മാത്രമല്ല ശുഭാപ്തി വിശ്വാസം. അത് എല്ലാവരുടെയും നന്മക്ക് വേണ്ടിയുള്ള നിശബ്ദ പ്രാർത്ഥനയാണ്. കാരണം നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും സന്തോഷമുണ്ടായിരിക്കണം. ചുറ്റുമുള്ളവർ ദുഃഖിച്ചിരിക്കെ സന്തോഷിക്കുന്നത് ഒപ്റ്റിമിസം അല്ല, സാഡിസമാണ്. മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നന്മയുടെ ഏതെങ്കിലും ഒരു അംശം ബാക്കിയുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയില്ല. അതിന് ശുഭാപ്തി വിശ്വാസം മാത്രം പോരാ, മനസ്സിൽ അതിനുള്ള ധാർമ്മിക ബലം കൂടി വേണം. വിശ്വാസത്തിന് നാം കൊടുക്കുന്ന ടാക്സ് ആണ് ആ ധാർമ്മിക ശക്തി. കുറ്റം ചെയ്തിട്ട് നാളെ പോലീസ് പിടിക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയല്ല അത്. ധാർമ്മിക ശക്തി ധാർമ്മിക ബോധത്തിൽ നിന്നേ ഉണ്ടാവൂ. ധാർമ്മികമായ ബോധം കിട്ടുന്നത് ധാർമ്മികമായ അറിവിൽ നിന്നാണ്. ആ അറിവ് നല്ലൊരു മനസ്സിലേ വളരൂ. ചുരുക്കത്തിൽ ആദ്യം മനസ്സ് നന്നാവണം. അതുകൊണ്ടാണ് നബി തിരുമേനി മനസ്സ് നന്നായാൽ എല്ലാം നന്നായി എന്ന് പറയുന്നത്. ശുഭപ്രതീക്ഷയിലേക്ക് കുതിക്കുക. പുറത്ത് കീഴടങ്ങാൻ ഒരു ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു.